നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിന്റെ ഒന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത് NIT കാലിക്കറ്റ്. NIT കാലിക്കറ്റ് വളരെ പ്രശസ്തമായ സ്ഥാപനം. അതെ, ഇന്ത്യയിലെ മുൻനിര എഞ്ചിനീയറിംഗ് കോളേജുകളിലൊന്നായി ഇത് മാറിയ ആ ഒരു യാത്ര അത് മനസ്സിലാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ശരിയാണ്. കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അതെ, CRECയിൽ നിന്ന് ഇന്നത്തെ ഒരു ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനത്തിലേക്കുള്ള ആ ഒരു പരിണാമം അല്ലെ? കൃത്യമായി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പോ തുടക്കം 1961 കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് അഥവാ CREC അങ്ങനെയാണ് തുടങ്ങുന്നത്. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ചേർന്ന്. അതെ, ആ രണ്ടാം ഘട്ട RACകളിലൊന്നായിട്ട് ഇന്ത്യയിലെ ടെക്നിക്കൽ വിദ്യാഭ്യാസമെന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ ആ ഒരു സംരംഭത്തിന്റെ ഭാഗമായിട്ട്. ശരിയാണ്. കോഴിക്കോടിനടുത്ത് ചാത്തമംഗലം എന്ന സ്ഥലത്താണ് ക്യാമ്പസ് വന്നത്. അതെ, തുടക്കത്തിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു അഫിലിയേഷൻ. പിന്നെ 1968 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നപ്പോ അതിന്റെ ഭാഗമായി. അതൊരു സാധാരണ തുടക്കമല്ലേ, ഒരു റീജിയണൽ കോളേജായിട്ട്. അതെ. പക്ഷേ കാര്യങ്ങൾ മാറിയത് 2002 അതാണ് ആ ഒരു നിർണായക പോയിന്റ്. അതെ, NIT ആയി മാറിയത്. അതെ, CREC എന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്, NIT കാലിക്കറ്റായി. അതോടൊപ്പം തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റി പദവിയും കിട്ടി. ഓക്കെ, ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് അത് വലിയൊരു മാറ്റമായിരുന്നു. കാരണം രാജ്യത്തെ RECകളെ മൊത്തത്തിൽ NITകളാക്കി ഉയർത്താനുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇത്. കൂടുതൽ സ്വയംഭരണം, അക്കാഡമിക് കാര്യങ്ങളിലൊക്കെ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ ശരിക്കും അതൊരു ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമായി മാറി. അതെ, 2003 മുതൽ പിന്നെ പൂർണ്ണമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ, അന്നത്തെ മാനവശേഷി മന്ത്രാലയം അതിന്റെ കീഴിലായി. ഇതൊരു വെറും പേരുമാറ്റമായിരുന്നില്ല കേട്ടോ. അല്ല, അതിന്റെ ലക്ഷ്യങ്ങളിലും പ്രവർത്തന രീതിയിലും ഒക്കെ വലിയ മാറ്റം വന്നു അല്ലേ? തീർച്ചയായും. ആ ഒരു ഓട്ടോണോമി കിട്ടിയത് ഒരു വലിയൊരു പുഷ് കൊടുത്തിട്ടുണ്ടാവും. കാരണം 2003 ശേഷമുള്ള വളർച്ച നോക്കുമ്പോൾ അത് കാണാം. ശരിയാണ്. അക്കാഡമിക് പ്രോഗ്രാമുകളുടെ കാര്യം നോക്കിയാൽ തന്നെ BTech, MTech, പിന്നെ MCA, MBA, MSc, PhD അങ്ങനെ ഒരുപാട് കോഴ്സുകൾ വന്നു, വികസിച്ചു. അതെ, അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, നല്ല ലാബുകള്, റിസർച്ച് സെന്ററുകള്, ഹോസ്റ്റലുകള്, പിന്നെ ആ സെൻട്രൽ ലൈബ്രറി അതെല്ലാം ഒരുപാട് മെച്ചപ്പെട്ടു. പിന്നെ ചില പ്രത്യേകതകളുണ്ട്. ഈ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റ് അത് അധികം NITകളിൽ ഇല്ലല്ലോ. ഇല്ല, അത് ശരിയാണ്. B.Arch പ്രോഗ്രാം ഇവിടെയുണ്ട്. അതൊരു പ്രത്യേകതയാണ്. അതെ, ഒരുപക്ഷെ എഞ്ചിനീയറിംഗിന്റെ കൂടെ ആ ഡിസൈൻ ആസ്പെക്റ്റും കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരിക്കാം. ആകാം. അതുപോലെ മറ്റു മികവിന്റെ കേന്ദ്രങ്ങൾ, ഈ സെന്റർ ഫോർ ബയോമെക്കാനിക്സ്, പിന്നെ സ്കാനിംഗ് മൈക്രോസ്കോപ്പി സെന്റർ, സസ്റ്റൈനബിൾ എനർജി സെന്റർ, ഓക്കെ, ഇതൊക്കെ സ്ഥാപനത്തിന്റെ റിസർച്ച് കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കൂട്ടി. അതിന്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഈ ദേശീയ അംഗീകാരങ്ങളിലെ NBA, NAC അക്രഡിറ്റേഷനൊക്കെ. അതെ, NBA, NAC ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ റാങ്കിംഗ് ഇന്ത്യയിലെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ലിസ്റ്റിൽ സ്ഥിരമായിട്ട് വരും. NIRF റാങ്കിംഗ് അല്ലേ? അതെ, NIRF റാങ്കിങ്ങിൽ പലപ്പോഴും ആദ്യ 25 അത് പല കാര്യങ്ങൾ നോക്കിയിട്ടാണല്ലോ. പഠന നിലവാരം, റിസർച്ച്, പ്ലേസ്മെന്റ്. അതെ, ഈ അക്കാദമിക് കാര്യങ്ങൾ മാത്രമല്ല, അവിടത്തെ ഒരു ക്യാമ്പസ് ലൈഫും അതും പ്രധാനമാണല്ലേ? തീർച്ചയായും. പശ്ചിമഘട്ടത്തിന്റെ അടുത്താണ്, ഏകദേശം ഒരു 300 ഏക്കർ ക്യാമ്പസ്. നല്ലൊരു ഗ്രീൻ ക്യാമ്പസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അതെ, നല്ലൊരു ലൊക്കേഷനാണ്. പിന്നെ അവിടുത്തെ ഫെസ്റ്റുകള്, തത്വ എന്ന ടെക് ഫെസ്റ്റും രാഗം എന്ന കൾച്ചറൽ ഫെസ്റ്റും. രാഗം അത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റുഡന്റ് ഫെസ്റ്റിവലുകളിലൊന്നാണ്. അതെ, അതാണ് കേൾക്കുന്നത്. അപ്പൊ ഈ അക്കാദമിക്സിന്റെ കൂടെ തന്നെ നല്ലൊരു വൈബ്രന്റ് ക്യാമ്പസ് കൾച്ചറും അവിടെയുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് അവിടുത്തെ പ്ലേസ്മെന്റ് റെക്കോർഡുകൾ. ശരിയാണ്. പ്രത്യേകിച്ച് കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലും IT-യിലുമൊക്കെ വളരെ മികച്ച പ്ലേസ്മെന്റുകളാണ് നടക്കുന്നത്. അത് ആ ഇൻഡസ്ട്രിയുമായിട്ടുള്ള ഒരു കണക്ഷൻ കാണിക്കുന്നു അല്ലേ? തീർച്ചയായും. ആ ഒരു അക്കാദമിക് നിലവാരവും ഇൻഡസ്ട്രി ലിങ്കേജും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ വ്യക്തമാണ്. പുതിയ ടെക്നോളജികൾക്കനുസരിച്ച് സിലബസ് മാറ്റാനും ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കിൽസ് കൊടുക്കാനും അത് സഹായിക്കുന്നുണ്ടാവും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഒരു റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് തുടങ്ങി ഇന്ന് കാണുന്ന ഒരു ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമായി NIT കാലിക്കറ്റ് വളർന്ന ആ ഒരു യാത്ര അത് ശരിക്കും ശ്രദ്ധേയമാണ്. അതെ, ആ തുടക്കം, പിന്നെ NIT ആയ ആ ഒരു പരിവർത്തനം, അതിനുശേഷമുള്ള വികാസം, ഈ പറഞ്ഞ യുണീക്ക് പ്രോഗ്രാമുകൾ, റാങ്കിംഗ്, ക്യാമ്പസ് കൾച്ചർ, ഇതെല്ലാം ചേർന്നാണ് ആ ചിത്രം പൂർണ്ണമാകുന്നത്. ഇന്ത്യയുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മാപ്പിൽ
NIT കാലിക്കറ്റ് അതിന്റെ സ്ഥാനം ഉറപ്പിച്ചതിന്റെ ഒരു കഥയാണിത്. അതെ. ഇവിടെ നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. NIT കാലിക്കറ്റിന്റെ ഈ ഒരു ചരിത്രവും അതിന്റെ ലൊക്കേഷനും ഈ പശ്ചിമഘട്ടത്തിന്റെ അടുത്തുള്ള ആ ഒരു സ്ഥാനവുമൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെയും ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിലെയും ടെക്നോളജി, ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് ഈ സ്ഥാപനം എങ്ങനെയായിരിക്കും ഒരു പ്രത്യേക സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവുക? ശരിയാണ്, ഒരു ചിന്തിക്കേണ്ട ചോദ്യമാണ്. പ്രാദേശികമായിട്ടുള്ള ഇൻഡസ്ട്രികൾക്ക്, അവിടുത്തെ സമൂഹത്തിന് എന്തൊക്കെ സംഭാവനകളായിരിക്കും ഇത് നൽകിയിട്ടുണ്ടാവുക? ഇതൊരു നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി ഒരു ചോദ്യമായിട്ട് ഇവിടെ ഇടുന്നു. തീർച്ചയായും. അപ്പോൾ NIT കാലിക്കറ്റിന്റെ ചരിത്രത്തിലേക്കുള്ള ഈ ഒരു അന്വേഷണത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് എല്ലാവർക്കും നന്ദി.